ശാന്തി 3-9-25. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സത്യമായ വഴികാട്ടി വന്നിരിക്കുന്നു നിങ്ങളെ സത്യമായ യാത്ര പഠിപ്പിക്കുവാൻ. നിങ്ങളുടെ യാത്രയിൽ മുഖ്യമായത് പവിത്രതയാണ്. ഓർമ്മിക്കൂ, പവിത്രമാകൂ. ചോദ്യം: മെസ്സഞ്ചർ അഥവാ സന്ദേശവാഹകന്റെ കുട്ടികളായ നിങ്ങൾ ഏതൊരു കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ആർഗ്യൂ ചെയ്യുവാൻ പാടില്ല. ഉത്തരം: മെസ്സഞ്ചറിന്റെ കുട്ടികളായ നിങ്ങൾ സർവർക്കും ഈ മെസ്സേജ് നൽകൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ഈ യോഗ അഗ്നിയിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ഈ ചിന്ത വയ്ക്കൂ. മറ്റു കാര്യങ്ങളിൽ പോകുന്നതിലൂടെ യാതൊരു നേട്ടവുമില്ല. നിങ്ങൾക്ക് കേവലം എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. അതിലൂടെ അവർ ആസ്തികരാകട്ടെ. എപ്പോൾ രചയിതാവായ ബാബയെ മനസ്സിലാക്കുമോ അപ്പോൾ രചനയെ മനസ്സിലാക്കുന്നത് സഹജമായിക്കൊള്ളും. ഗീതം: നമ്മുടെ തീർത്ഥസ്ഥാനം വേറിട്ടതാണ്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ സത്യമായ തീർത്ഥസ്ഥാനവാസിയാണ്. സത്യമായ വഴികാട്ടിയും ആ ഒന്നിൻ്റെ കുട്ടികളായ നമ്മളും സത്യമായ തീർത്ഥസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അസത്യഖണ്ഡം അഥവാ പതീതഖണ്ഡം. ഇപ്പോൾ സത്യഖണ്ഡത്തിലേക്ക് അഥവാ പാവനഖണ്ഡത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ യാത്രയ്ക്ക് പോകുന്നുവല്ലോ. ഏതെങ്കിലുമൊക്കെ വിശേഷ യാത്രകൾ നടക്കുന്നു. അവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകുവാൻ സാധിക്കും. ഇതും യാത്രയാണ്. ഇതിൽ പോകേണ്ടി വരുന്നത് സത്യമായ വഴികാട്ടി സ്വയം വരുമ്പോഴാണ്. ആ ഒന്ന് വരുന്നത് കൽപ്പകൽപ്പങ്ങളിലെ സംഗമത്തിലാണ്. ഇതിൽ തണുപ്പിൻ്റെയോ ചൂടിൻ്റെയോ കാര്യമില്ല, തിക്കും തിരക്കിൻ്റെയും കാര്യമില്ല. ഇതാണെങ്കിൽ ഓർമ്മയുടെ യാത്രയാണ്. ആ യാത്രകളിൽ സന്യാസിമാരും പോകുന്നു. സത്യമായ യാത്ര ചെയ്യുന്നവർ ആരാണോ അവർ പവിത്രമായിരിക്കുന്നു. നിങ്ങളിലും എല്ലാവരും യാത്രയിലാണ്. നിങ്ങൾ ബ്രാഹ്മണരാണ്. സത്യമായ ബ്രഹ്മകുമാർ കുമാരിമാർ ആരാണോ ഒരിക്കലും വികാരത്തിലേക്ക് പോകാത്തത് തീർച്ചയായും പുരുഷാർത്ഥിയാണ്. മനസ്സ സങ്കല്പത്തിൽ വന്നേക്കാം. മുഖ്യമായത് തന്നെ വികാരത്തിൻ്റെ കാര്യമാണ്. നിർവികാരി ബ്രാഹ്മണർ താങ്കളുടെ അടുക്കൽ എത്ര പേരുണ്ട് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയൂ, ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളിലൂടെ താങ്കളുടെ വയറ് നിറയുമോ? നിങ്ങൾ യാത്രികരാകൂ. യാത്ര ചെയ്യുന്നവർ എത്രയുണ്ട് എന്ന് ചോദിക്കുന്നതിലൂടെ ഒരു നേട്ടവുമില്ല. ബ്രാഹ്മണരാണെങ്കിൽ ചിലർ സത്യതയുള്ളവരുമാണ്, ചിലർ അസത്യമുള്ളവരുമാണ്. ഇന്ന് സത്യതയുണ്ട്, നാളെ അസത്യത ഉള്ളവരായി മാറുന്നു. വികാരത്തിൽ പോയി എങ്കിൽ ബ്രാഹ്മണരല്ല, പിന്നെ ശൂദ്രൻ്റെയും ശൂദ്രനായി പോയി. ഇന്ന് പ്രതിജ്ഞ ചെയ്ത് നാളെ വികാരത്തിൽ വീണ് അസുരനായി മാറുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ എവിടം വരെ ഇരുന്ന് മനസ്സിലാക്കിക്കും? ഇതിലൂടെ വയർ നിറയുകയില്ല അഥവാ വായ് മധുരിക്കുകയില്ല. അതായത് തൃപ്തരാവുകയോ സന്തോഷം വരികയോ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയുടെ രചനയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ബാക്കി മറ്റു കാര്യങ്ങളിൽ ഒന്നും തന്നെയില്ല. പറയൂ, ഇവിടെ ബാബയുടെ ഓർമ്മ പഠിപ്പിക്കുന്നു. പവിത്രതയാണ് മുഖ്യം. ആരാണോ ഇന്ന് പവിത്രമായി പിന്നെ അപവിത്രമാകുന്നത് അവർ ബ്രാഹ്മണരെ അല്ല. ആ കണക്ക് എത്രത്തോളം ഇരുന്ന് നിങ്ങളെ കേൾപ്പിക്കും? ഇങ്ങനെ വളരെ പേർ മായയുടെ കൊടുങ്കാറ്റിൽ വീഴുന്നുണ്ടാകും. അതിനാൽ ബ്രാഹ്മണരുടെ മാല ഉണ്ടാക്കുവാൻ സാധിക്കില്ല.
നമ്മളാണെങ്കിൽ സന്ദേശവാഹകന്റെ കുട്ടികൾ സന്ദേശം കേൾപ്പിക്കുന്നു, മെസ്സഞ്ചറിന്റെ കുട്ടികൾ മെസ്സേജ് നൽകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ഈ യോഗ അഗ്നിയിലൂടെ വികർമ്മം വിനാശമാകും. ഈ ചിന്ത വയ്ക്കൂ. ബാക്കി ചോദ്യങ്ങൾ അനേകം മനുഷ്യർ ചോദിക്കും. ഒരു കാര്യത്തിൻ്റെതല്ലാതെ മറ്റൊരു കാര്യങ്ങളിലേക്കും പോകുന്നതിലൂടെ യാതൊരു നേട്ടവുമില്ല. ഇവിടെയാണെങ്കിൽ ഇതാണ് അറിയുവാനുള്ളത്: നാസ്തികനിൽ നിന്നും ആസ്തികനും അനാഥനിൽ നിന്നും നാഥൻ്റേത് എങ്ങനെയാകാം? അതിലൂടെ നാഥനിൽ നിന്നും സമ്പത്ത് നേടാം. ഇത് ചോദിക്കൂ. ബാക്കി എല്ലാവരും പുരുഷാർത്ഥികളാണ്. വികാരത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് വളരെ പേർ ഫെയിലാകുന്നത്. വളരെ ദിവസങ്ങൾക്ക് ശേഷം സ്ത്രീയെ കാണുന്നു. അപ്പോൾ കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലർക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരിക്കുന്നു. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ മദ്യത്തിൻ്റെയോ ബീഡിയുടെയോ ശീലം ആർക്ക് ഉണ്ടായിരിക്കുന്നുവോ അവർക്ക് അതില്ലാതിരിക്കുവാൻ സാധിക്കില്ല. ഒളിപ്പിച്ചും കുടിക്കുന്നു. എന്ത് ചെയ്യുവാൻ സാധിക്കും? വളരെ പേരുണ്ട്, സത്യം പറയുന്നില്ല, ഒളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികൾക്ക് യുക്തികൾ പറഞ്ഞു തരുന്നു, എങ്ങനെ യുക്തിയോടെ ഉത്തരം നൽകണം എന്നത്. ഒരു ബാബയുടെ തന്നെ പരിചയം നൽകണം. അതിലൂടെ മനുഷ്യർ ആസ്തികരാകട്ടെ. ആദ്യമായി എപ്പോഴാണോ ബാബയെ അറിയാത്തത് അതുവരെയും ഏതെങ്കിലും ചോദ്യം ചോദിക്കുന്നത് തന്നെ ആവശ്യമില്ലാത്തതാണ്. ഇങ്ങനെ വളരെ പേർ വരുന്നു, ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല, കേവലം കേട്ടുകൊണ്ടിരിക്കുന്നു. നേട്ടം യാതൊന്നുമില്ല. ബാബയ്ക്ക് എഴുതുന്നു. 1000-ഓ 2000-ഓ പേർ വന്നു. അവരിൽ നിന്നും 1-2 പേർ മനസ്സിലാക്കുവാനായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന വലിയ വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കുന്നത് അവർക്ക് എന്ത് പരിചയം ലഭിക്കണമായിരുന്നുവോ അത് ലഭിച്ചിട്ടില്ല. പൂർണ്ണമായ പരിചയം ലഭിച്ചുവെങ്കിൽ ഈ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കുമായിരുന്നേനെ. നമ്മൾ ആത്മാക്കളുടെ പിതാവ് പരംപിത പരമാത്മാവാണ്. അതാണ് പഠിപ്പിക്കുന്നത്. പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ഈ അന്തിമ ജന്മം പവിത്രമാകൂ. ആര് പവിത്രമായിരിക്കുന്നില്ല അവർ ബ്രാഹ്മണനല്ല, ശൂദ്രനാണ്. യുദ്ധത്തിൻ്റെ മൈതാനമാണ്. വൃക്ഷം വളർന്നുകൊണ്ടിരിക്കും, കൊടുങ്കാറ്റും ഉണ്ടാകും, വളരെയധികം ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ആരിരുന്ന് എണ്ണുവാനാണ് സത്യമായ ബ്രാഹ്മണൻ ആരെല്ലാമാണെന്ന്? സത്യമായവർ എന്നത് ആരാണോ ഒരിക്കലും ശൂദ്രനാകാത്തത്, അല്പം പോലും ദൃഷ്ടി പോകാത്തത് അവരാണ്. അന്തിമത്തിൽ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നു. വളരെ ഉയർന്ന ലക്ഷ്യമാണ്. മനസ്സിൽ പോലും വരരുത്. ആ അവസ്ഥ അന്തിമത്തിൽ ഉണ്ടാകണം. ഈ സമയം ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള അവസ്ഥയില്ല. ഈ സമയം എല്ലാവരും പുരുഷാർത്ഥികളാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമായത് കണ്ണുകളുടെ തന്നെ കാര്യമാണ്. ഞാൻ ആത്മാവാണ്, ഈ ശരീരത്തിലൂടെ പാട്ട് അഭിനയിക്കുന്നു. ഈ ഉറച്ച അഭ്യാസം ആവശ്യമാണ്. ഏതുവരെ രാവണ രാജ്യമുണ്ടോ അതുവരെയും യുദ്ധം നടന്നുകൊണ്ടിരിക്കും. അന്തിമത്തിൽ കർമാതീത അവസ്ഥ ഉണ്ടാകും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് വരും, മനസ്സിലാക്കും. ഇപ്പോൾ വൃക്ഷം വളരെ ചെറുതാണ്. കൊടുങ്കാറ്റ് ഏൽക്കുന്നു, ഇലകൾ കൊഴിഞ്ഞു വീഴുന്നു. ആരാണോ അപക്വമായവർ അവർ വീഴുന്നു. ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കണം, എൻ്റെ അവസ്ഥ എവിടം വരെയായി? ബാക്കി എന്ത് ചോദ്യങ്ങളാണോ ചോദിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാതിരിക്കൂ. പറയൂ, നമ്മൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരിധിയില്ലാത്ത ബാബ വന്ന് പരിധിയില്ലാത്ത സുഖം നൽകുന്നു, അഥവാ പുതിയ ലോകം സ്ഥാപിക്കുന്നു. അവിടെ സുഖം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്.
എവിടെയാണോ മനുഷ്യർ വസിക്കുന്നത് അതിനെ തന്നെയാണ് ലോകം എന്ന് പറയുന്നത്. നിരാകാരി ലോകത്തിൽ ആത്മാക്കൾ ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇത് ആരുടെയും ബുദ്ധിയിലില്ല, ആത്മാവ് എങ്ങനെ ബിന്ദുവായിരിക്കുന്നു എന്ന്. ഇതും ആദ്യം ഏതെങ്കിലും പുതിയവരെ മനസ്സിലാക്കിക്കരുത്. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ഭാരതം പാവനമായിരുന്നു, ഇപ്പോൾ പതീതമാണ്. കലിയുഗത്തിനു ശേഷം വീണ്ടും സത്യയുഗം വരണം. ബി കേസിനല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. ഇത് പുതിയ രചനയാണ്. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അറിവ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഡിഫിക്കൽട്ടായ ഒരു കാര്യവുമില്ല. എന്നാൽ മായ മറവിയുണ്ടാക്കുന്നു, വികർമ്മം ചെയ്യിക്കുന്നു. പകുതി കൽപ്പമായി വികർമ്മം ചെയ്യുന്നതിൻ്റെ ശീലം ഉണ്ടായിരിക്കുന്നു. ആ എല്ലാ ആസുരീയ ശീലങ്ങളും മാറ്റണം. ബാബ സ്വയം പറയുന്നു, എല്ലാവരും പുരുഷാർത്ഥികളാണ്. കർമാതീത അവസ്ഥ പ്രാപിക്കുന്നതിന് വളരെയധികം സമയമെടുക്കുന്നു. ബ്രാഹ്മണർ ഒരിക്കലും വികാരത്തിലേക്ക് പോകുന്നില്ല. യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ മുന്നോട്ട് പോകവേ തോറ്റുപോകുന്നു. ഈ ചോദ്യങ്ങളിലൂടെ യാതൊരു പ്രയോജനവുമില്ല. ആദ്യം തൻ്റെ ബാബയെ ഓർമ്മിക്കൂ. നമുക്ക് ശിവ് ബാബ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ആജ്ഞ നൽകിയിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ഇത് അതേ യുദ്ധമാണ്. പിതാവ് ഒന്നാണ്. കൃഷ്ണനെ പിതാവ് എന്ന് പറയില്ല. കൃഷ്ണന്റെ പേര് വെച്ചിരിക്കുകയാണ്. റോങ്ങിൽ നിന്നും റൈറ്റ് ആക്കുന്നത് ബാബയാണ്. അതിനാലാണല്ലോ ആ ഒന്നിനെ ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ സമയം കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മുഴുവൻ സൃഷ്ടിയുടെയും രഹസ്യത്തെ അറിയുന്നത്. സത്യയുഗത്തിൽ ഡീറ്റി ഡിനേസ്റ്റിയാണ്. രാവണ രാജ്യത്തിൽ പിന്നെ ആസുരീയ ഡിനേസ്റ്റിയാണ്. സംഗമയുഗത്തെ ക്ലിയർ ആക്കി കാണിച്ചു കൊടുക്കണം. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ആ ഭാഗത്ത് ദേവതമാർ, ഈ ഭാഗത്ത് അസുരന്മാർ. ബാക്കി അവരുടെ യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം നിങ്ങൾ ബ്രാഹ്മണരുടേതാണ് വികാരങ്ങളോട്. ഇതിനെയും യുദ്ധം എന്ന് പറയില്ല. ഏറ്റവും വലുത് കാമവികാരമാണ്. ഇത് മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെയാണ് നിങ്ങൾ ജഗത് ജീത് ആകുന്നത്. ഈ വിഷത്തിന്മേലാണ് അബലകൾ അടികൊള്ളുന്നത്. അനേകം പ്രകാരത്തിലുള്ള വിഘ്നങ്ങൾ വരുന്നു. മുഖ്യമായ കാര്യം പവിത്രതയുടേതാണ്. പുരുഷാർത്ഥം ചെയ്ത് കൊടുങ്കാറ്റ് വന്ന് നിങ്ങളുടെ ജയം ഉണ്ടാകും. മായ ക്ഷീണിച്ചു പോകും. ഗുസ്തിയിൽ ഗുസ്തിക്കാർ ഉടൻ എതിരിടുന്നു. അവരുടെ ജോലി തന്നെ നല്ല രീതിയിൽ അടികൂടി ജയം നേടുക എന്നതാണ്. ഗുസ്തിക്കാർക്ക് വലിയ പേരുണ്ടാകുന്നു, സമ്മാനം ലഭിക്കുന്നു. നിങ്ങളുടേത് ഇത് ഗുപ്തമായ കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ പവിത്രമായിരുന്നു, ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു. വീണ്ടും പവിത്രമാകണം. ഈ മെസ്സേജ് സർവർക്കും നൽകണം. മറ്റേതെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ കാര്യങ്ങളിൽ പോവുകയേ വേണ്ട. നിങ്ങളുടേത് ആത്മീയ തൊഴിലാണ്. നമ്മൾ ആത്മാക്കളിൽ ബാബ ജ്ഞാനം നിറച്ചിരുന്നു. പിന്നീട് പ്രാപ്തി നേടി ജ്ഞാനം ഇല്ലാതായി. ഇപ്പോൾ വീണ്ടും ബാബ ജ്ഞാനം നിറച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ലഹരിയിലിരിക്കൂ. പറയൂ, ബാബയുടെ മെസ്സേജ് നൽകുകയാണ്. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ മംഗളമുണ്ടാകും. നിങ്ങളുടെ തൊഴിൽ തന്നെ ഈ ആത്മീയമായതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ബാബയെ അറിയുക. ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ബാബ ഏതെങ്കിലും പുസ്തകമൊന്നും കേൾപ്പിക്കുന്നില്ല. ലോകത്തുള്ളവർ ആരാണോ ഡോക്ടർ ഓഫ് ഫിലോസഫിയും മറ്റും ആകുന്നത്, അവർ പുസ്തകം പഠിക്കുന്നു.
ഭഗവാൻ നോളജ്ഫുള്ളാണ്. ആ ഒന്നിൽ സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ നോളജുണ്ട്. ആ ഒന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആ ഒന്ന് സർവ വേദശാസ്ത്രങ്ങളും മറ്റും അറിയുന്നു. ബാബ പറയുന്നു, എൻ്റെ പാർട്ട് തന്നെ നിങ്ങളെ നോളജ് മനസ്സിലാക്കിക്കുന്നതിൻ്റെതാണ്. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും കോൺട്രാസ്റ്റ് മറ്റാർക്കും പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ഇതാണ് ജ്ഞാനത്തിൻ്റെ പഠനം. ഭക്തിയെ ജ്ഞാനം എന്ന് പറയുന്നില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററി തീർച്ചയായും റിപ്പീറ്റ് ആകും. പഴയ ലോകത്തിനു ശേഷം വീണ്ടും പുതിയ ലോകം തീർച്ചയായും വരണം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഊന്നൽ മുഴുവൻ ഈ കാര്യത്തിന്മേലാണ്. ബാബ അറിയുന്നു, വളരെ നല്ല നല്ല പേരുള്ള കുട്ടികൾ ഈ ഓർമ്മയുടെ യാത്രയിൽ വളരെ ദുർബലമാണ്. ആരാണോ പ്രശസ്തർ അല്ലാത്തത്, ബന്ധനസ്ഥർ, ദരിദ്രമായവർ, അവർ ഓർമ്മയുടെ യാത്രയിൽ വളരെയധികം ഇരിക്കുന്നു. ഓരോരുത്തരും തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ ബാബയെ എത്ര സമയം ഓർമ്മിക്കുന്നു? ബാബ പറയുന്നു, കുട്ടികളെ, എത്ര സാധിക്കുമോ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. ഉള്ളിൽ വളരെയധികം ഹർഷിതമായിരിക്കൂ. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകണം. ബാബ പറയുന്നു, നിങ്ങൾ പവിത്ര ആത്മാവായിരുന്നു. പിന്നെ ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിച്ച് പതീതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പവിത്രമാകണം. വീണ്ടും അതേ ദേവതാ പാർട്ട് അഭിനയിക്കണം. നിങ്ങൾ ദേവതാ ധർമ്മത്തിലേതാണല്ലോ. നിങ്ങൾ തന്നെയാണ് 84ന്റെ ചക്രം കറങ്ങിയത്. എല്ലാ സൂര്യവംശികളും 84 ജന്മം എടുക്കുന്നില്ല, പിന്നാലെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഒറ്റയടിക്ക് എല്ലാവരും വരുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ബുദ്ധിയെ ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. കുട്ടികൾക്ക് തന്നെയാണ് വിചാരസാഗര മഥനം ചെയ്യേണ്ടത്. ശിവബാബയാണെങ്കിൽ ചെയ്യുന്നില്ല. ആ ഒന്ന് പറയുന്നു, ഡ്രാമ അനുസരിച്ച് എന്തെല്ലാം കേൾപ്പിക്കുന്നുവോ അത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കൂ. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ എന്തു മനസ്സിലാക്കിച്ചു തന്നിരുന്നോ അത് തന്നെയാണ് മനസ്സിലാക്കിച്ചത്. മഥനം നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്കു തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്, ജ്ഞാനം നൽകേണ്ടത്. ഈ ബ്രഹ്മാവും മഥനം ചെയ്യുന്നു. കേസ് മഥനം ചെയ്യണം, ശിവ് ബാബയ്ക്കല്ല. മുഖ്യമായ കാര്യമാണ്. ആരോടും കൂടുതൽ സംസാരിക്കണ്ട. ശാസ്ത്രവാദികൾ പരസ്പരം വളരെയധികം ആർഗ്യൂ ചെയ്യുന്നു. നിങ്ങൾ ആർഗ്യൂ ചെയ്യുവാൻ പാടില്ല. നിങ്ങൾക്ക് കേവലം സന്ദേശം കൊടുക്കണം. ആദ്യം കേവലം മുഖ്യമായ ഒരു വിഷയത്തിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ, എഴുതിപ്പിക്കുകയും ചെയ്യൂ. ഏറ്റവും ആദ്യം ഈ പാഠം വെക്കണം. ഇത് ആരാണ് പഠിപ്പിക്കുന്നത് അത് എഴുതൂ എന്ന്. ഈ കാര്യം നിങ്ങൾ അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനാൽ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയബുദ്ധി ആകാത്തത് കാരണം മനസ്സിലാകുന്നില്ല. കാര്യം ശരിയാണ് എന്ന് പറയുക മാത്രം ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യം തന്നെ ഇതാണ്. രചയിതാവായ ബാബയെ മനസ്സിലാക്കൂ. പിന്നീട് രചനയുടെ രഹസ്യം മനസ്സിലാക്കണം. മുഖ്യമായ കാര്യമാണ് ഗീതയുടെ ഭഗവാൻ ആരാണ്. നിങ്ങളുടെ വിജയവും ഇതിൽ ഉണ്ടാകണം. ആദ്യം ഏതൊരു ധർമ്മമാണ് സ്ഥാപിതമായത്? പഴയ ലോകത്തെ പുതിയ ലോകമാക്കുന്നത് ആരാണ്? ബാബ തന്നെയാണ് ആത്മാക്കളെ പുതിയ ജ്ഞാനം കേൾപ്പിക്കുന്നത്. അതിലൂടെ പുതിയ ലോകം സ്ഥാപിതമാകുന്നു. നിങ്ങൾക്ക് ബാബയുടെയും രചനയുടെയും തിരിച്ചറിവ് ലഭിക്കുന്നു. ആദ്യം അൽഫിനെ കുറിച്ച് ഉറപ്പിക്കൂ. അപ്പോൾ അതായത് ചക്രവർത്തി പദവി തീർച്ചയായും ഉണ്ടായിരിക്കും.
ബാബയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ബാബയെ അറിഞ്ഞു, സമ്പത്തിന്റെ അവകാശിയായി. കുട്ടി ജന്മമെടുത്തു, മാതാപിതാക്കളെ കണ്ടു, ഉറയ്ക്കുന്നു. മാതാപിതാക്കളല്ലാതെ മറ്റാരുടെയും അടുക്കൽ പോവുക പോലുമില്ല. കാരണം മാതാവിൽ നിന്നാണ് പാല് ലഭിക്കുന്നത്. ഇതും ജ്ഞാനത്തിന്റെ പാൽ ലഭിക്കുന്നു. മാതാവും പിതാവുമാണല്ലോ. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ പവിത്ര ബ്രാഹ്മണനാകണം. ഒരിക്കലും ശൂദ്രൻ, അതായത് പതീതം ആകുന്നതിൻ്റെ ചിന്ത മനസ്സിൽ പോലും വരരുത്. അല്പം പോലും ദൃഷ്ടി പോകരുത്. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കണം. ബാബ എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ അറിവ് ബുദ്ധിയിൽ വയ്ക്കണം. വികർമ്മം ചെയ്യുന്നതിൻ്റെ ഏതൊരു ആസുരീയ ശീലങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അവയെ ഇല്ലാതാക്കണം. പുരുഷാർത്ഥം ചെയ്ത് സമ്പൂർണ്ണ പവിത്രതയുടെ ഉയർന്ന ലക്ഷ്യത്തെ പ്രാപ്തമാക്കണം. വരദാനം: കാരണത്തിൻ്റെ നിവാരണം ഉണ്ടാക്കി ചിന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. വർത്തമാന സമയത്ത് അല്പകാലത്തെ സുഖത്തോടൊപ്പം ചിന്തയും ഭയവും, ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായും ഉണ്ട്. എവിടെ ചിന്തയുണ്ടോ അവിടെ സ്വസ്ഥത ഉണ്ടായിരിക്കില്ല. എവിടെ ഭയമുണ്ടോ അവിടെ ശാന്തി ഉണ്ടായിരിക്കുക സാധ്യമല്ല. അപ്പോൾ സുഖത്തോടൊപ്പം ഈ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും കാരണവും തീർച്ചയായും ഉണ്ട്. എന്നാൽ താങ്കൾ സർവശക്തികളുടെയും ഖജനാവുകളാൽ സമ്പന്നമായ മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾ ദുഃഖങ്ങളുടെ കാരണത്തിന് നിവാരണമുണ്ടാക്കുന്ന, ഓരോ സമസ്യയ്ക്കും പരിഹാരം ഉണ്ടാക്കുന്ന പരിഹാര സ്വരൂപമാണ്. അതിനാൽ ചിന്തയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമാണ്. ഏതൊരു സമസ്യയെയും താങ്കളുടെ മുന്നിൽ കളിക്കുവാനാണ് വരുന്നത്, ഭയപ്പെടുത്തുവാനല്ല. സ്ലോഗൻ: തൻ്റെ വൃത്തിയെ ശ്രേഷ്ഠമാക്കൂ. അപ്പോൾ താങ്കളുടെ പ്രവൃത്തി സ്വതവേ ശ്രേഷ്ഠമായിക്കൊള്ളും. അവ്യക്ത സൂചന: ഇപ്പോൾ താൽപ്പര്യത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. സമയമനുസരിച്ച് ഇപ്പോൾ സർവ ബ്രാഹ്മണ ആത്മാക്കളെയും സമീപം കൊണ്ടുവന്ന് ജ്വാലാസ്വരൂപത്തിൻ്റെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. അതിനുവേണ്ടി ഒന്നാണ് ഭട്ടികൾ നടത്തൂ, അല്ലെങ്കിൽ പരസ്പരം സംഘടിതമായിരുന്ന് ആത്മീയ സംഭാഷണം നടത്തൂ. എന്നാൽ ജ്വാലാസ്വരൂപത്തിൻ്റെ അനുഭവം നേടുകയും ഉണ്ടാക്കിക്കുകയും ചെയ്യൂ. ഈ സേവനത്തിൽ മുഴുകൂ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സഹജമായി പരിവർത്തനപ്പെടും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ.
സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവപ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാസ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.